കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുലർത്തിപ്പോന്നിരുന്ന ചില യാത്രാ സുരക്ഷാ മാനദണ്ഡങ്ങളുണ്ട്. തൻ്റെ കാറിനൊപ്പം ഒരുമാതിരിപ്പെട്ട എല്ലാ കാറുകളും ഓടിക്കുക, ആർഭാടം കാണിക്കുക എന്നിവയൊക്കെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനങ്ങളിലൊന്ന്. എന്നാൽ കേരളത്തിന്റെ യാത്രാ സുരക്ഷാ ചരിത്രത്തിൽ പുതിയൊരു ശൈലീ മാറ്റത്തിന് തുടക്കമിടുകയാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തന്റെ ഔദ്യോഗിക യാത്രകളിൽ ആർഭാടങ്ങളും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് അദ്ദേഹം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നതോടെ വരുത്തുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭരണപരമായ മാറ്റങ്ങളിലൊന്നാണിത്. സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള VVIP സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനി മുതൽ ഉണ്ടാകില്ലെന്ന പ്രഖ്യാപനം പൊതുസമൂഹത്തിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും അനുകൂല തരംഗങ്ങൾക്കും വഴിതുറന്നിരിക്കുകയാണ്. യാത്രകളിൽ തനിക്ക് പൈലറ്റ് വാഹനവും എസ്കോർട്ട് വാഹനവും ഒഴികെയുള്ള മറ്റ് അധിക സുരക്ഷാ വാഹനങ്ങളോ അകമ്പടിയോ ആവശ്യമില്ലെന്ന് നിയുക്ത മുഖ്യമന്ത്രി വ്യക്തമാക്കി. സുരക്ഷയുടെ പേരിൽ റോഡുകൾ മണിക്കൂറുകളോളം ബ്ലോക്ക് ചെയ്യരുതെന്നും യാത്ര പോകുന്ന സമയങ്ങളിൽ നാട്ടുകാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുതെന്നും അദ്ദേഹം പോലീസിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പൈലറ്റ് വാഹനവും എസ്കോർട്ട് വാഹനവും പോലും തനിക്ക് വേണ്ടെന്ന നിലപാടിലായിരുന്നു വി.ഡി. സതീശൻ. എന്നാൽ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പൈലറ്റും എസ്കോർട്ടും ഒഴിവാക്കാൻ കഴിയില്ലെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ധരിപ്പിക്കുകയായിരുന്നു. പോലീസിന്റെ ഔദ്യോഗികമായ അഭ്യർത്ഥനയും സുരക്ഷാ മുൻകരുതലുകളും മാനിച്ചാണ് ഈ രണ്ട് വാഹനങ്ങൾ മാത്രം നിലനിർത്താൻ അദ്ദേഹം ഒടുവിൽ അനുവാദം നൽകിയത്.